പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവവചനത്തിനകത്ത് റോമർക്ക് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യം പറയുന്നു, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അയലിച്ചിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. 20 ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അതായത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് സാറയ്ക്കും മക്കളുണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ ശരീരം നിർജീവത്വമായി, ഗർഭപാത്രം നിർവിജീവത്വമായി, വൈദ്യശാസ്ത്രപ്രകാരം ഒരു സാധ്യതയും കുഞ്ഞുങ്ങളുണ്ടാകാനില്ല. കാരണം പ്രായം കഴിഞ്ഞിരിക്കുന്നു, ഗർഭപാത്രം അതിനുള്ള ഒരു കുഞ്ഞിനെ വഹിക്കാനുള്ള എല്ലാ സാധ്യതകളും അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അബ്രഹാം ചെയ്തൊരു കാര്യം, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ, അത് സംശയിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തു. അതുകൊണ്ട് തന്നെ വചനം ഇങ്ങനെ പറയുന്നു, അത് അവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു കാര്യം, ദൈവത്തിന് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ദൈവത്തിന് മഹത്വം കൊടുത്തത് അവന് നീതിയായി കണക്കിട്ടുവെന്ന്. അങ്ങനെ ഹല്ലേലൂയ, സാധ്യതകളെല്ലാം അസ്തമിച്ചെടുത്ത് ഇസ്ഹാക്ക് എന്ന വാഗ്ദത്ത സന്തതിയെ ദൈവം അവർക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ എല്ലാ സാധ്യതകളും തീർന്നെടുത്ത്, അതായത് സാറയുടെയും അബ്രഹാമിനെയും വെച്ച് നോക്കിയാൽ വൈദ്യശാസ്ത്രപരമായ സർട്ടിഫിക്കറ്റ് ഈ കാലഘട്ടത്തിലാണ് ഡോക്ടർ കൊടുത്തു കഴിഞ്ഞു കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന്. കാരണം പ്രായം കഴിഞ്ഞു, ഒരു കുഞ്ഞിനെ വഹിക്കാനുള്ള സാധ്യത സാറയുടെ ഗർഭപാത്രത്തിനുമില്ല. പക്ഷേ അവിടെയും വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തത് കൊണ്ട് അവൾക്ക് ദാനമായി ദൈവം വാഗ്ദത്ത സന്തതിയാകുന്ന അബ്രഹാമിനെ കൊടുത്തു. ഇന്ന് ഏതു മേഖലയാണോ ഭാരപ്പെട്ടിരിക്കുന്നത്, സാധ്യതകളെല്ലാം അസ്തമിച്ചു, എല്ലാ പ്രതീക്ഷകളും തീർന്നു, എല്ലാ വഴികളും അടഞ്ഞു, മുന്നോട്ട് പോകാൻ സാധ്യതകളൊന്നുമില്ലേ? ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊടുത്തോ, കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കോ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അവിടെ ഒരു മഹത്വം നീ കാണും. ഹല്ലേലൂയ. എവിടെയാ മഹത്വം കാണുന്നേ? വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ. ഇത് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്നവരോടും ഞാൻ എന്നോടും കൂടെയാ പറയുന്നത്, വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവ് വലിയ പ്രവൃത്തികളെ ചെയ്യും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.